പ്രൊഫസർ കെ വി തോമസ്, ഇങ്ങനെയൊരു പേര് സംസ്ഥാനത്ത് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ടതില്ല. മന്ത്രിയാണ്, MP ആയിരുന്നു, MLA ആയിരുന്നു, അങ്ങനെയെല്ലാം സുദീർഘമായ ഒരു കാലം സംസ്ഥാന രാഷ്ട്രീയത്തിൽ അദ്ദേഹം പ്രശോഭിച്ചിരുന്നു. അന്നെല്ലാം കോൺഗ്രസിൻ്റെ ഒരു വലിയ നേതാവ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു മുഖം എന്നെല്ലാം തന്നെയായിരുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ നിലപാടുകളും കാഴ്ചപ്പാടുകളും എല്ലാം തന്നെ മാറുന്നു. കുറേയെങ്കിലും ആ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രീതിയിലേക്കെല്ലാം തന്നെ അദ്ദേഹം അറിയപ്പെടുകയും ചെയ്യുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്താണ് പ്രൊഫസർ കെ വി തോമസിന് പറയാനുള്ളതെന്ന് അന്വേഷിക്കുകയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് വരുന്നു, പക്ഷേ എന്താണ് മനസ്സിൽ ഞാനിന്നൊരു കോൺഗ്രസ്സുകാരനാണ്. ഞാൻ കോൺഗ്രസ് പ്രവർത്തിക്കുന്ന കാലത്ത് ഇടതുപക്ഷ പ്രവർത്തകനായിരുന്നു. നെഹ്റുവിയൻ സോഷ്യലിസം, നെഹ്റുവിയൻ്റെ കാഴ്ചപ്പാടാണ് ഇന്ത്യയെ വളർത്തിയെന്ന് അന്നും ഇന്നും ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ 2021 കഴിഞ്ഞപ്പോൾ എനിക്ക് കോൺഗ്രസുമായി മാറി നിൽക്കേണ്ടി വന്നു. ഞാൻ സ്വയം മാറിയതല്ല, അവരെന്നെ മാറ്റിയതാണ്. എനിക്ക് 19 സീറ്റ് നിഷേധിച്ചു. 21 വന്നപ്പോൾ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം നിഷേധിച്ചു. എന്നെ അനാഥമാക്കി. മാത്രമല്ല, എന്നെ കണ്ണാമിണ്ടാത്ത സ്ഥിതി വന്നു പല നേതാക്കന്മാർക്കും, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ. ആ സന്ദർഭത്തിലാണ് എൻ്റെ ദീർഘകാല സുഹൃത്തുക്കളാണ് യെച്ചൂരി, MA ബേബി, കൊടിയേരി. അന്ന് എനിക്ക് പിണറായി വിജയനായിട്ട് അത്ര പരിചയമില്ല. അപ്പോൾ അവിടെയായിരുന്നു എന്നോട് പറഞ്ഞു, മാഷിങ്ങനെ ചുമ്മാ ഇരിക്കണ എന്തിനാ, എന്തെങ്കിലും സംസ്ഥാനത്തിന് വേണ്ടി ചെയ്യുക എന്ന് നിർദ്ദേശിച്ചപ്പോഴാണ് അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ടത്. അപ്പോൾ ആദ്യകാലത്ത് ഞാൻ CPM ചേരണമെന്നായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചപ്പോൾ മാഷായിട്ട് നിന്നു, സംസ്ഥാനത്തിന് ചെയ്യാവുന്ന സഹായം ചെയ്യുക. അങ്ങനെയാണ് ഞാൻ സംസ്ഥാന ഗവൺമെൻറ് പ്രത്യേക പ്രതിനിധിയായി ഡൽഹിയിലെത്തുന്നത്. ഞാൻ ആത്മാർത്ഥമായി കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഒരു പരിധിവരെ വിജയിക്കുമെന്ന് എൻ്റെ വിശ്വാസം. 2021 കഴിഞ്ഞ് ഉള്ള തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞാൻ സ്വതന്ത്രമായിട്ട് ആദ്യം മത്സരിക്കാൻ തീരുമാനിച്ചത്. പിന്നീട് സോണിയാഗാന്ധി ഇടപെട്ട് മാറി. അന്ന് ഞാൻ പറഞ്ഞു, മാറിക്കഴിഞ്ഞപ്പോൾ ഇനിയൊരു പാർലമെൻ്ററി ലൈഫിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്വസ്ഥമായി എഴുതുകയും വായിക്കുകയും എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടിയുള്ള ഡൽഹി ലൈസൺ വർക്ക് ചെയ്യുകയും അതുമായിട്ട് മുന്നോട്ട് പോവുക എന്ന്. അതാണിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ മറ്റു വിധത്തിലൊന്നും ഇതുവരെയും ആലോചിച്ചിട്ടില്ല. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ഒഴിവാക്കപ്പെടുന്നത് അതൊരു ബോധപൂർവമായ ഒരു ശ്രമത്തിൻ്റെ ഭാഗം അല്ല. അത് 2019 മുതൽ അതല്ലേ ഉള്ളത്. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഞാൻ തുടരെ 8 പ്രാവശ്യം ജയിച്ചു എന്നുള്ളത് തെറ്റാണ്. എൻ്റെ പ്രായം അന്ന് 73. ഞാൻ 73 ആയത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല. ഇപ്പോൾ 83 വയസ്സായ 55 വയസ്സാക്കി സീറ്റ് കൊടുക്കുവാണ്. അന്ന് എന്നോടൊരു വാക്ക് പറയാമായിരുന്നില്ലേ? എന്നിട്ട് ഞാൻ പരിഭവിച്ചിട്ട്, കാരണം ഇന്ന് സോണിയാജിയായിട്ട് എനിക്ക് അത്ര വലിയ, ആ കുടുംബമായിട്ട് അത്ര വലിയ അടുപ്പം. സോണിയാജി വിളിപ്പിച്ചിട്ട് പറഞ്ഞു അതങ്ങനെ സംഭവിച്ചു. ഞാൻ പറഞ്ഞു, മാഡം എനിക്കതിൽ പരിഭവം തന്നെ, എനിക്ക് കോൺഗ്രസ്സായിട്ട് തുടരണം, അതൊരു അംഗീകാരം എനിക്ക് വേണം. അങ്ങനെ പാർട്ടിയുടെ പോസ്റ്റ് തരുന്ന വർക്കിംഗ് പ്രസിഡൻ്റ്, അതും നിഷേധിച്ചു. പിന്നെ എന്നെ അടുപ്പിച്ചിട്ടില്ല. എന്നെ ഇതുവരെ പുറത്താക്കിയിട്ടില്ല, ഞാൻ രാജ്യം വെച്ചിട്ടില്ല. പക്ഷേ അവരടുപ്പിക്കത്തില്ല. കാരണം കേരളത്തിലെ ചില നേതാക്കന്മാർക്ക് ആരെയും വേണ്ട. അതിന് ദുഃഖകരമെന്ന് പറയട്ടെ, രാഹുൽ ഗാന്ധി കൂട്ടു നിൽക്കുന്നു. രാഹുൽജിയുടെ നിലപാട് ഇതാണ്, പോണവരൊക്കെ പൊക്കോട്ടെ. എത്ര പേരാണ് പോയത്? എത്ര പ്രഗത്ഭരായ കോൺഗ്രസ്, ഞാൻ പ്രഗത്ഭരാണെന്ന് പറയേണ്ട, പക്ഷേ ഞാൻ വലിയ പ്രഗത്ഭരായ എത്രയോ നേതാക്കന്മാർ പാർട്ടി വിട്ടുപോയി. അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാനോ അവർ പോകാതിരിക്കാനോ തടയിടാനോ കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിന് കഴിഞ്ഞില്ലല്ലോ. പുതിയ ലീഡർഷിപ്പ് ഡൽഹിയിൽ AICC വന്നു കഴിഞ്ഞ ശേഷം എത്ര സംസ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടു? ഇതാരെങ്കിലും ആലോചിക്കുന്നുണ്ടോ? കേരളത്തിൽ ഇന്നത്തെ സ്ഥിതി ഒരു കാര്യം നമ്മൾ അംഗീകരിക്കണം. ഞാൻ പിണറായി വിജയെ കാണുന്നത് എൻ്റെ ആദ്യത്തെ കാല നേതാവ് K കരുണാകരനെ കാണുമ്പോഴാണ്. നല്ലൊരു ഭരണാധികാരി, നിശ്ചയദാർഢ്യമുള്ളയാൾ, വിശ്വസിക്കാൻ കൊള്ളാവുന്ന, അദ്ദേഹം നല്ലൊരു സ്നേഹിതനുമാണ്. പുറത്ത് കാണുന്ന മുഖമല്ല, അദ്ദേഹത്തിന് ഒരു പുഞ്ചിരിക്കുന്ന മനസ്സുണ്ട്, നല്ല മനസ്സുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരാളാണ് പിണറായി വിജയൻ. ആ ഒരു സൗഹൃദവും കാര്യങ്ങളെല്ലാം മുൻനിർത്തി ഒരുപക്ഷെ വീണ്ടും ഒരു പാർലമെൻറ്റ് രംഗത്തേക്ക് കടന്നു വരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടാകും എനിക്കറിയില്ല. കാരണം ഞാൻ പാർട്ടിയിൽ വർക്ക് ചെയ്യുന്ന ആളല്ല. ഞാൻ സീറ്റൊന്നും ചോദിച്ചിട്ട്, എനിക്കും എൻ്റെ ഫാമിലിക്ക് മകൾക്ക് വേണ്ടി ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം ഞാൻ സർവതന്ത്ര സ്വന്തനായിട്ടാണ് മുന്നോട്ട് പോയത്. അതൊരു വലിയ ആശ്വാസം. അതേ സമയത്ത് എന്നോട് ഗോവിന്ദൻ മാഷാണെങ്കിലും ബേബി സഖാവാണെങ്കിലും, ബേബി സഖാവ് എന്നെ വിളിക്കുന്നത്, ഇത് പണ്ടേ ബേബി ഞാനും കൂടെ ഒന്നിച്ച് കുമ്പളങ്ങി വന്ന് മീനൊക്കെ പിടിച്ചിട്ടുണ്ട്. യെച്ചൂരി എൻ്റെ ഏറ്റവും എനിക്ക് ഏറ്റവും ദുഃഖമുണ്ടായത് അവിടെയാണ്. യെച്ചൂരിയുടെ മകൻ മരിച്ചിട്ട് അന്ന് ഞാനിവിടെയാണ്. ഞാൻ ഫോണിൽ കണ്ടോളൻസ് പറഞ്ഞു. ഡൽഹി കാണാൻ ചെന്നപ്പോൾ സെൻട്രൽ കോളേജില്ല, AKG ഭവനിലാണ്. അവിടെ ചെന്നു. ഞാൻ AKG ഭവനിൽ പോയി എന്നതിൻ്റെ പേരിൽ എനിക്ക് നടപടിയെടുത്തു. വാർണിംഗ് നോട്ടീസ് എന്തിനാണ് പോയെന്ന്. അപ്പം ഞാൻ പോയത് എൻ്റെ സുഹൃത്ത് യെച്ചൂരിയുടെ വീട്ടിലാണ്. ആ യെച്ചൂരിയും സോണിയാഗാന്ധിയും കൂടെ നല്ല ബന്ധമല്ലേ.
സോണിയാഗാന്ധിയുടെ അടുക്കളയിൽ കാപ്പി പോലും ഉണ്ടാക്കാനുള്ള അധികാരം യെച്ചൂരിക്കുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ കണ്ണൂർ പോയത് CPM-ൻ്റെ അഖിലേന്ത്യാ സമ്മേളനം ഞാനാണ് ആദ്യമായിട്ട് പോകുന്നത്. എനിക്ക് മുമ്പ് എത്രയും നേതാക്കന്മാർ പോയിരിക്കുന്നു, എനിക്ക് ശേഷം എത്ര പേര് പോയിരിക്കുന്നു. അപ്പം ഞാൻ CPM-ൻ്റെ ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ പോയത് അത് സ്റ്റാലിൻ പങ്കെടുത്ത സമ്മേളനമാണ്. പിന്നെ പിണറായി വിജയനോടുള്ള സ്നേഹം, അത് 100 കാരണങ്ങളുണ്ട്. ഞാൻ കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്താണ് ഇവിടെ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഗെയിൽ പ്രോജക്റ്റ് വന്നത്. അത് നിർത്തിപ്പോകുമെന്ന നിലയിലാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നത്. അദ്ദേഹം അത് ഏറ്റെടുത്ത് നടപ്പിലാക്കി. കേരള നിയമസഭ യുണാനിമസായിട്ട് 30 മീറ്റർ വീതിയിൽ നമ്മുടെ ദേശീയപാത മതിയെന്ന സ്ഥാനത്ത് 70 മീറ്റർ നമ്മുടെ ആകാശപാത വരെ, അതുപോലെ നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ തുറമുഖം, വിഴിഞ്ഞം തുറമുഖം, കാര്യം ഉമ്മൻചാണ്ടി ഇനീഷ്യേറ്റ് എടുത്താൽ വരുന്നത്. ഞാൻ അതിന് വലിയ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ അദാനി ഗ്രൂപ്പ് അതെടുക്കില്ല. പക്ഷെ അത് യാഥാർത്ഥ്യമാക്കിയത്, ഇന്നത്തെ നിലയിൽ റെക്കോർഡ് വേഗതാക്കിയത് പിണറായി വിജയൻ്റെ കരുത്തും കഴിവുമാണ്. ഞാൻ അംഗീകരിക്കുക. ഇത്ര സമരങ്ങൾ അവിടെ നടന്നു, അതിനൊക്കെ ധീരമായി നേരിട്ട്, എന്നാൽ സമരങ്ങൾ മറ്റൊരു മാർഗത്തിൽ നിന്ന് പോലീസിനെ ഉപയോഗിക്കാതെ അത് നടപ്പിലാക്കിയില്ലേ. ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അത് മറ്റൊരു ഉദ്ദേശിച്ചില്ല. നല്ലത് ചെയ്യുന്നവർ നമ്മൾ അംഗീകരിക്കണം. ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒത്തിരി നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട്. CM സ്റ്റീഫനിലൂടെ ഞാൻ വളർന്നു വന്നത്, കരുണാകരനെ എനിക്ക് കൈ തന്നത്, TH മുസ്തഫ എന്നെ വളർത്തിയ ആളാണ്, ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ മന്ത്രിസഭയിലിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ കടന്ന വലിയ നേതാക്കന്മാർ കണ്ട ആളാണ്. അവരുടെ മുമ്പിൽ ഞാൻ ഈ കാണുന്ന പിണറായി വിജയനെ ഒരു നല്ല നേതാവായിട്ട് കാണുന്നു. എറണാകുളം പൊതുവിൽ CPM-ന് ഇപ്പോഴും ഒരു ബാലികേറാമല എന്നെല്ലാം തന്നെ പറയുന്നതാണ്. ഇടതുപക്ഷത്തിന് ഒരു പൊതു സ്വതന്ത്രനെ അടക്കം തേടുന്ന ഒരു ശീലമാണ് ഉള്ളത്. മാഷിന് കയ്യിലെ വര പോലെ തന്നെ അറിയാവുന്നൊരു മണ്ഡലമാണ് എറണാകുളം. അങ്ങനെ ഒരു ആവശ്യമൊക്കെ മുന്നോട്ട് 7 മണ്ഡലങ്ങളും നിയോജകമണ്ഡലങ്ങൾ എറണാകുളം പാർലമെൻറ്റ് കൊണ്ട് എനിക്കറിയാം. എൻ്റെ കയ്യിൽ അത് മാത്രമല്ല, ഞാൻ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ മാറിയതിന് ശേഷം ഞാൻ വിട്ടുപോയില്ല. ഞാൻ എൻ്റെ ട്രസ്റ്റിലൂടെ പ്രവർത്തനങ്ങൾ തുടരെ പോവുകയാണ്. ഞാൻ 1 ലക്ഷം വിദ്യാർത്ഥികൾക്കാണ് കറിവേപ്പില കൊടുക്കുന്നത്. അതുപോലെ നമ്മുടെ ഡയാലിസിസ്, എൻ്റെ ഭാര്യയുടെ പേരിൽ ഒരു ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ എന്നെക്കൊണ്ട് ചെയ്യാവുന്നത് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രംഗത്ത് തുടരുന്നത് കൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ഒരു സാമൂഹ്യ പ്രവർത്തകനായിട്ട് തന്നെ തുടരുകയും സജീവമായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യുമ്പോൾ ഒരാവശ്യം വരികയാണെങ്കിൽ ഒരുപക്ഷെ ഇറങ്ങാനുള്ളൊരു സന്നദ്ധതയും ഇതുവരെ അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല. തീർച്ചയായിട്ടും എനിക്കൊരുപാട് കടപ്പാട് CPM-നോടും അതുപോലെ തന്നെ പിണറായി വിജയനോടും. കാരണം എന്നെ കോൺഗ്രസ് കൈവിട്ട് കഴിഞ്ഞപ്പോൾ ആരുമില്ല എന്ന നിലയിൽ വന്നപ്പോൾ ഞാനൊരു വർക്കഹോളിക് കൂടി, എല്ലാവർക്കും അറിയാം. ഞാൻ 4:30 മണിക്ക് രാവിലെ എഴുന്നേറ്റ് എത്ര 9 മണി വരെ ഇരിക്കും, എഴുതും, വായിക്കും, ഒരു ജോലി ചെയ്യുന്നയാളാണ്. ഇവർക്ക് അതുകൊണ്ടാണല്ലോ ഞാനൊരു ഇങ്ങനെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. എനിക്കൊരു ജോലി വേണം. എന്തെങ്കിലും എന്നെ പ്രധാനമന്ത്രി എന്നെ ഇതുപോലെ ചില ഉത്തരവാദിത്തങ്ങൾ വിളിച്ചതാണ്. പക്ഷെ പോകാഞ്ഞത് BJP ചേരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് ബുദ്ധിമുട്ടാണ്. ഇപ്പം എനിക്ക് സ്വതന്ത്രമായ ഒരു ഉത്തരവാദിത്വം തന്നു. ഞാൻ CM-നോട് മാത്രം ആൻസറബിളാണ്. എൻ്റെ ജോലി ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്ന് എൻ്റെ വിശ്വാസം. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായി പാർട്ടി എന്ത് പറയാതിനില്ല. അപ്പോൾ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇറങ്ങുന്നുണ്ടല്ലോ. ഞാൻ വിവിധ സമൂഹങ്ങളുമായും സംഘടനകളുമായും ഒക്കെ ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. ഞാൻ ചെണ്ട കൊട്ടി പോകുന്ന ആളല്ല. കാരണം എൻ്റെ ബന്ധങ്ങൾ ഇന്ന് ഇലക്ഷന് വേണ്ടിയുള്ള ബന്ധമല്ല. ഇവിടുത്തെ എല്ലാ സമൂഹ നേതാക്കന്മാരുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണുള്ളത്. ആ ബന്ധം തുടരെ ഞാൻ ഒരാളും പുറത്തറിയാത്ത രീതിയിൽ ഫലവത്തായ രീതിയിൽ ചെയ്യുന്നുണ്ട്. കുടുംബത്തിൽ ആരെങ്കിലും സ്ഥാനാർത്ഥി സ്ഥാനത്തേക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും വലിയ താല്പര്യമൊന്നും ഞാൻ കാണുന്നില്ല ആരും. ഇപ്പോൾ മൂത്ത മകൻ ദുബായിൽ മർഷക് ബാങ്കിൻ്റെ CEO ആണ്. ഏറ്റവും ഇളയ മകൻ അറിയപ്പെടുന്നൊരു ഡോക്ടറാണ്. പിന്നെ എൻ്റെ മകൾ ഞങ്ങളുടെ ഫാമിലി ബിസിനസ് നടത്തി ഒരു കുടുംബനാഥയായിട്ട് നിൽക്കുകയാണ്. അതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. പ്രചാരണ രംഗത്ത് ഒരു സജീവമായിരിക്കും. തീർച്ചയായിട്ടും അതെന്ത് പാർട്ടി പറയുന്നു, എന്ത് CM പറയുന്നു, അത് ഞാൻ ചെയ്യും. അതിപ്പോഴും ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോഴും ഞാൻ ആ ഉത്തരവാദിത്തം ചെയ്യുന്നുണ്ട്. എന്താണ് ഒരു തുടർച്ച തന്നെയാണോ, ഭരണ തുടർച്ച തന്നെയാണോ? തീർച്ചയായിട്ടും. ആരെന്താ റീപ്ലേസ്മെൻ്റ് ഉള്ളത്? കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഹിന്ദു പത്രത്തിൽ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, ഹൂ ഈസ് ദെയർ ടു റീപ്ലേസ് പിണറായി വിജയൻ? ഹൂ ഈസ് എ ടോളർ ലീഡർ ദാൻ പിണറായി വിജയൻ? ഞാൻ ചോദിച്ചു. അദ്ദേഹത്തിന് ചില സമയത്ത് നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കാം. പക്ഷേ അദ്ദേഹം ഒരു ഭരണാധികാരിയാണ്. ഈ ഗവൺമെൻറ് ചെയ്ത നേട്ടങ്ങൾ കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് വേറെ ആർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ചുരുങ്ങിയ 10 വർഷമൊക്കെ? പിന്നെ സ്വാഭാവികമായിട്ട് 10 വർഷം ഭരിച്ചൊരു ഗവൺമെൻറ്റിന്, പ്രത്യേകം കേരളത്തെ പോലെ സംസ്ഥാനത്ത് മാധ്യമങ്ങളും ജുഡീഷ്യറിയും വളരെ പവർഫുള്ളായ ഒരു കാലഘട്ടത്തിൽ, സോഷ്യൽ മീഡിയ പവർഫുള്ളായ കാലഘട്ടത്തിൽ 10 വർഷം ഭരിച്ച് ഗവൺമെൻറ്റിനെതിരായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉണ്ടാകും. പക്ഷെ കാതലായ ഒരു വളർച്ച, നമ്മുടെ റോഡുകളുടെ വളർച്ച, നമ്മുടെ ജലപാതകളുടെ വളർച്ച,
ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വേഗത, ആരോഗ്യരംഗത്ത് എന്ത് കുറ്റം പറയും, ഈ ലോകത്തിലെ ഏറ്റവും നല്ല ആരോഗ്യ സംവിധാനമുള്ളത് കേരളത്തിലാണ്. അപ്പോൾ ഈ കേരളത്തെ ഈ രീതിയിൽ പൊക്കിക്കൊണ്ടുവരാൻ കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ നൽകിയ നേതൃത്വം ഒരാർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. എന്നാലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ പഴയ കോൺഗ്രസ്സുകാരനായിട്ട് തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോഴും ഇടതുപക്ഷത്തോടുള്ളൊരു സ്നേഹവും പിണറായി വിജയനോടുള്ളൊരു സൗഹൃദവും തുടർന്ന് ഇങ്ങോട്ട് കേരളത്തിൻ്റെ ഒരു വികസന കാഴ്ചപ്പാടും എല്ലാം മാറിയതെല്ലാം തന്നെ അദ്ദേഹം തുറന്നു പറയുന്നു. ഒരു തുടർച്ച പിണറായി വിജയനിലൂടെ തന്നെ ഒരു തുടർച്ചയുണ്ടാകുമെന്ന് തന്നെയാണ് ഇടതുമുന്നണിക്ക് അദ്ദേഹം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. പാർട്ടിക്ക് ഒപ്പം നിന്നുകൊണ്ട് ഇതുവരെയും ഒരു ആവശ്യവും പാർട്ടി മുന്നോട്ട് വെച്ചിട്ടില്ല എങ്കിലും അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വരികയാണെങ്കിൽ അതപ്പോൾ കാണാമെന്ന സൂചനയും പ്രൊഫസർ KV തോമസ് നൽകുന്നു. ക്യാമറമാൻ മനോജ് നാനാട്ടിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.